അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിം സുഹൃത്തുക്കളെ, ആവേശകരമായ മുഹീസുന്ന അലിഫസ്റ്റിൻ്റെ വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ശുചിത്വവും ആരോഗ്യവും എന്ന വിഷയത്തെ മുൻനിർത്തിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആമീൻ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അത്തഹൂർ ശത്രുൽ ഈമാൻ, ശുദ്ധിയാവുക എന്നത് ഈമാനിന്റെ പകുതിയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാം ശുചിത്വത്തെ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന്. ഇസ്ലാമിന്റെ പ്രധാന ഘടകമായ 5 വക്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, അല്ലാഹു തആലയോടുള്ള സംഭാഷണത്തിനായി ഇറങ്ങുന്ന സമയത്ത് നിസ്കാരത്തിന്റെ ഷർത്താണല്ലോ വുളൂ ചെയ്യുന്നത്, മിസ്വാക്ക് ചെയ്യുന്നതും. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അസ്സിവാഖു മദ്ഹറത്തുൽ ലിഫമി മർളത്തുൽ ലിറബ്ബി. ഒരാൾ തന്റെ വായ വൃത്തിയാക്കിയാൽ അല്ലാഹു തആലയോടുള്ള തൃപ്തി ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വ്യക്തമായി കാണാം. അതുകൊണ്ടാണ് വുളൂഇന്റെ മുഅക്കദായ സുന്നത്താണ് മിസ്വാക്ക് ചെയ്യൽ. മാത്രമല്ല, മിസ്വാക്ക് ചെയ്യുന്നവന് 70 ചില്ലാന പ്രതിഫലങ്ങൾ മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് അല്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വായ വൃത്തിയാകും, അല്ലാഹു തആലയോടുള്ള തൃപ്തി ലഭിക്കും, പല്ലുകൾ വെളുക്കും, വായനാറ്റം ഉണ്ടാവുകയില്ല. ഒരു വ്യക്തി മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവൻക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കൽ സുന്നത്തുള്ള കാര്യമാണ്. അത് അവൻക്ക് ഷഹാദത്ത് ചൊല്ലാൻ എളുപ്പമാകുമെന്ന് ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ജനാമത്തുണ്ടായാൽ അല്ലെങ്കിൽ വിസർജനിച്ചാൽ വുളൂ മുറിയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ ആ ഭാഗം മാത്രം വൃത്തിയാക്കിയാൽ പോരെ? എന്തിനാണ് മറ്റു അവയവങ്ങൾ വൃത്തിയാക്കുന്നത്? അവിടെയാണ് ഇസ്ലാമിന്റെ നവാഫത്തിന്റെ വഴി തുറന്നു നൽകുന്നത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, മന്നല്ലാഹു സൗബഹു കല്ലഅംഹു മൻ തൗബ നഫ്സുഹു സാദ അഖലുഹു. ഒരാൾ തന്റെ വസ്ത്രത്തെ വൃത്തിയായി സൂക്ഷിച്ചാൽ അവന്റെ എല്ലാ ടെൻഷനുകളും മാറും. ഒരു വ്യക്തി സുഗന്ധം പുരട്ടിയാൽ അവൻക്ക് ബുദ്ധിശക്തി വർദ്ധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 വക്ത് നിസ്കരിക്കുന്നവരെ ഉപമിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന് മുന്നിലൂടെ ഒഴുകുന്ന തെളിഞ്ഞ നദിയിൽ 5 നേരവും കുളിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചത്. പ്രിയപ്പെട്ടവരെ, അത്തരം മുഅ്മിനീകളിൽ നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വഅഹ്റ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.